ശ്രദ്ധിച്ചിരുന്നു. വലിയ രീതിയിൽ ഭാരവാഹികൾ തമ്മിലടിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഓ, അമ്മയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എത്ര പേര് ഓർക്കുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. ഞാൻ വിജയിച്ച തെരഞ്ഞെടുപ്പിൽ ഞാൻ സംവരണത്തിന്റെ ആവശ്യകതയിലേക്ക്, കാരണം വിജയിക്കാതിരുന്നത് കൊണ്ട് വിജയിച്ചൊരു സ്ത്രീയെ എത്തിക്കുന്നതിന് വേണ്ടി ഞാൻ മാറിക്കൊടുത്ത സീറ്റിലേക്കാണെന്ന് തോന്നുന്നു അൻസിബ അവിടെ പോസ്റ്റ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് ഞാൻ അൻസിബയെ വിളിച്ചു സംസാരിച്ചു, ഞാൻ ടിനി ടോമിനെ വിളിച്ചു സംസാരിച്ചു, ഞാൻ ശ്വേത മേനോനെ പ്രസിഡന്റിനെ എറണാകുളത്ത് വെച്ച് നേരിട്ട് കണ്ട് സംസാരിച്ച് എത്രയും പെട്ടെന്ന് അടിയന്തരമായി അവിടെ അതിനകത്ത് മുതിർന്ന ആളുകളുടെ സഹായത്തോടെയോ അല്ലാതെയോ ഒരു ഇന്റേണൽ യോഗം വിളിച്ചു കൂട്ടി ആ യോഗത്തിൽ ഏറ്റവും ഉചിതമായ നീതി, ഏറ്റവും കൃത്യമായ നീതി എന്താണോ അത് നടപ്പാക്കേണ്ടതായിട്ടുണ്ട് എന്ന് ഇവരെ 3 പേരോടും ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അല്പം മുമ്പ് കൂടി ഇതിൽ ചിലരെ ഞാൻ വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതെല്ലാം ഈ നീതി എന്ന് പറയുന്ന വാക്ക് ഒരു അന്വേഷണത്തിലൂടെ, അല്ലെങ്കിൽ അത് എവിടെയാണ് ഇത് ഇരിക്കുന്നതെന്നൊരു പഠനം നടത്തിയ ശേഷമേ പറ്റുള്ളൂ. ഇപ്പോൾ ആരോപണം പ്രത്യാരോപണം ഇതെല്ലാം അതിനകത്ത് വ്യക്തമായിട്ട് കാണുന്നുണ്ട്, അല്ലെങ്കിൽ അംഗങ്ങൾ വ്യക്തിപരമായിട്ട് മാധ്യമങ്ങളെ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മയുടെ തലപ്പത്തുള്ള ആളുകളോട് വളരെ അടിയന്തരമായി ഒരു യോഗം വിളിച്ചു കൂട്ടുകയും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വ്യക്തിപരമായി അമ്മ എന്ന സംഘടനയെ പറ്റി പറഞ്ഞാൽ എറണാകുളത്തുള്ള ഏതെങ്കിലും ഒരു ഫ്ലാറ്റിന്റെ റെസിഡൻസ് അസോസിയേഷനിലുള്ള അത്ര പോലും ആളുകളില്ലാത്തൊരു സംഘടനയാണ് അമ്മ എന്ന് പറയുന്നത്. കഷ്ടിച്ച് 500 പേരുള്ളൂ ഈ സംഘടനയ്ക്ക്. പക്ഷെ ഒരു സിനിമാ സംഘടന എന്നുള്ള നിലയിൽ ആ സംഘടന അറിയിക്കുന്നതിൽ കൂടുതലൊരു മാധ്യമ ശ്രദ്ധ ഈ സംഘടനയ്ക്ക് എപ്പോഴും കിട്ടുന്നുണ്ട്. ഇവിടെയുള്ള തൊഴിലാളി സംഘടനകൾ, അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആൾ, അതിപ്പം ബസ് തൊഴിലാളി ആയിക്കോട്ടെ, ബാങ്ക് ജീവനക്കാരായിക്കോട്ടെ, അധ്യാപകരുടെ ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള ഏത് സംഘടനകളിലും സംഘടനയ്ക്കുള്ളിൽ അംഗങ്ങൾ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകും. അപ്പോൾ മറ്റൊരു സംഘടനയുടെയും ഒരുപക്ഷെ ഇത്രയും മാധ്യമ ശ്രദ്ധ അല്ലെങ്കിൽ ഇത്രയും ആളുകൾക്ക് കമന്റ് പറയേണ്ട ഒരു അവസ്ഥയിലോട്ട് വരാറുണ്ടാകാറില്ല. അപ്പോൾ പൊതുജനങ്ങൾ ഇത്രയധികം കമന്റ് പറയുന്ന ഒരു അവസ്ഥയിലോട്ട് സംഘടനയുടെ ആഭ്യന്തര കാര്യങ്ങളെ എത്തിക്കേണ്ടതില്ലെന്നും അത് എത്രയും പെട്ടെന്ന് സംഘടനയ്ക്കകത്ത് തന്നെ ചർച്ച ചെയ്യുകയും പരിഹരിക്കണം ചെയ്യണമെന്നും ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംഘടന പലതരത്തിൽ സംഘടനയ്ക്കുള്ളിലുള്ള ആളുകളെ സഹായിക്കുക എന്ന് മാത്രമല്ല, ഞാൻ 500 ആളുകൾ എന്ന് പറഞ്ഞതിൽ ആ 500 ആളുകളെ നിരത്തി നിർത്തി ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്താൽ ഒരുപക്ഷെ എനിക്കറിയാം, നമുക്കറിയാം, അതിനപ്പുറം പുതുതലമുറയിലോ അല്ലെങ്കിൽ തൊട്ട് ബാക്കിലുള്ളവരോട് ചോദിച്ചാൽ ഒരു 250-ലധികം ആളുകളുടെ പേര് പോലും ഒരുപക്ഷെ ആരും അറിഞ്ഞുകൊള്ളാം എന്ന നിർബന്ധമില്ല, അറിയാവുന്നവരും ഉണ്ടാകാം. അപ്പോൾ ആ സംഘടനയിലെ വരുമാനമുള്ള അല്ലെങ്കിൽ അവരുടെ പ്രശസ്തിയെയോ കഴിവിനെയോ പണമാക്കി മാറ്റാൻ ശേഷിയുള്ള കുറച്ച് ആളുകൾ കൂടി നിന്നുകൊണ്ട് അല്ലാത്തവരെ, കാരണം സിനിമയിലുള്ള ഒരാള് പോപ്പുലറായി കഴിഞ്ഞാൽ അയാൾക്ക് പെട്ടെന്ന് പിന്നെ മറ്റൊരു ജോലി ചെയ്താൽ അതും വീഡിയോ എടുത്ത് ഇയാൾ നിൽക്കുന്ന കണ്ടോ, ഇയാളുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടോ എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ ഇവർക്ക് മറ്റു ജോലികൾക്ക് പോകാൻ തന്നെ പറ്റുന്നില്ല. പലരും വാർദ്ധക്യത്തിലെത്തി നിൽക്കുകയാണ്. ഇവരുടെ നിത്യവൃത്തിക്ക് ആവശ്യമായ പണം സമാഹരിച്ചു കൊടുക്കുകയും ഒപ്പം എൻ്റെ ഒരു വെള്ളപ്പൊക്കം വന്നപ്പം ഏതാണ്ട് ഒരു ഷോ ചെയ്യുകയും 5 കോടി രൂപയോളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലോട്ട് കൊടുക്കുകയും ചെയ്തു. വ്യക്തിപരമായി സംഘടന ആദ്യം 10 പിന്നെ 40 കൊടുക്കുകയും ചെയ്തു. ഇതിലുള്ള അംഗങ്ങൾ 25, 50, 30 ലക്ഷങ്ങളൊക്കെ വെച്ചുകൊടുത്ത് എൻ്റെ ഒരു 7-8-9 കോടി രൂപയെങ്കിലും ഒരു വെള്ളപ്പൊക്കം വന്നപ്പോഴും കോവിഡ് വന്നപ്പോൾ മൊബൈൽ ഫോണുകൾ കുട്ടികൾക്ക് കൊടുക്കുന്നതിലാണെങ്കിലും ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നതിലാണെങ്കിലും എല്ലാ കാര്യത്തിലും പറ്റാവുന്ന രീതിയിൽ അത്ര ലൗഡറല്ലാതെ സമൂഹത്തിൽ ഇടപെടുകയും ആഭ്യന്തരമായി അതിനകത്തുള്ളിലുള്ള ആളുകളെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു ചാരിറ്റബിൾ വെൽഫെയർ സംഘടന എന്നുള്ള രീതിയിലുള്ള സംഘടനയാണ്. അതിനകത്ത് ഉള്ള കാര്യങ്ങൾ ഈ 500 പേരല്ലേ ഉള്ളൂ. അത് വളരെ എളുപ്പത്തിൽ അകത്ത് ആഭ്യന്തരമായി ചർച്ച ചെയ്ത് തീർക്കാതെ ഒരു ഡിജിറ്റൽ കണ്ടന്റായി അല്ലെങ്കിൽ ആളുകൾക്ക് പറഞ്ഞു ചിരിക്കാവുന്ന ഒരവസ്ഥ എന്നുള്ള വാക്ക് തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പറഞ്ഞു ചിരിക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കേണ്ടതില്ല, അത് പരിഹരിക്കേണ്ടതുണ്ടെന്ന് എല്ലാവരോടും സംസാരിച്ചിട്ടുണ്ട്. നിലവിൽ ഞാൻ വിളിച്ച് സംസാരിച്ചു ഇവരോട് എല്ലാവരോടും. ഞാൻ അവരോട് സംസാരിച്ച മാറ്റർ ഞാൻ പറഞ്ഞ ഈ കാര്യം പറഞ്ഞില്ല, അതൊരു പൊതുസ്ഥലത്ത് അല്ലെങ്കിൽ പൊതുവായിട്ട് മാധ്യമങ്ങളിൽ പറയുന്നില്ല എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. നിങ്ങളടക്കവും മാറിക്കൊടുത്തത് കുറച്ചുകൂടെ പ്രതീക്ഷയോട് കൂടിയാണ്, കുറച്ചുകൂടെ സീരിയസ് മെച്ചൂരിറ്റിയുള്ള വരണം എന്നൊരു തോന്നലില്ലേ നിങ്ങൾ അംഗങ്ങൾക്ക്? നമുക്കൊരു മെച്ചൂരിറ്റി മെഷീൻ ഇല്ലല്ലോ. നമ്മളെ ഏൽപ്പിക്കുകയാണ്. നമ്മളൊരു സാഹചര്യത്തിൽ എല്ലാവരും കൂടെ എന്ന് പറയുന്നു ഇത്തരത്തിലൊരു മാറ്റം അനിവാര്യമാണെന്ന് പറഞ്ഞു നമ്മൾ അനിവാര്യമായ മാറ്റം അവിടെ വരുത്തുകയാണ്.
ഇതിന്റെ സംഘാടനം എന്ന് പറയുന്നതിനകത്തൊരു വലിയ ഏരിയ കിടക്കുന്നുണ്ട്. അത് അത്ര എളുപ്പമല്ല. ഞാൻ 500 പേരേ ഉള്ളൂ എന്ന് പറഞ്ഞാലും വലിയ തിരക്കുകളിൽ പല സ്ഥലങ്ങളിൽ വളരെയധികം പോപ്പുലറായ വളരെ സോഷ്യൽ ഇൻഫ്ലുവൻസ് ഉള്ള ആളുകളുള്ള ഒരു സംഘടനയാണ് ഇതിന്റെ ഒരു വിഭാഗം. അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചേർത്ത് കൊട്ടിക്കൊണ്ട് പോവുക. പിന്നെ ഈ പറഞ്ഞതുപോലെയുള്ള ആഭ്യന്തരമായ കലഹങ്ങൾ പൊതുസ്ഥലങ്ങൾ അല്ലെങ്കിൽ പൊതുമാധ്യമങ്ങളിൽ പറയുന്നത് കൊണ്ടാണ് ഇത്രയും ഇതാണ്. ഞാനതാ പറഞ്ഞു, മറ്റേതെങ്കിലും ഒരു തൊഴിലാളി സംഘടനയിൽ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള ഒരു ചർച്ച ചിലപ്പോൾ ഇത്രയും വാർത്താ പ്രാധാന്യത്തോടെ നമ്മൾ എടുക്കില്ല. അങ്ങനെ എടുക്കുന്നുണ്ട്. മമ്മൂട്ടിയോട് വലിയ അടുത്തത് ഇവരെയൊക്കെ ഒന്ന് ഉൾപ്പെടുത്തിക്കൂടെ? അങ്ങനെ എന്തെങ്കിലും ശ്രമങ്ങളും ചർച്ചകൾ നടത്തി? ഇവരെല്ലാം ഉൾപ്പെട്ടപ്പോഴായിരുന്നല്ലോ ഇത് താരങ്ങളുടെ കയ്യിലിരിക്കണേ, ഇത് നമ്മൾ ഇത് ചെയ്ത് കൊടുക്കണമെന്ന് ആവശ്യം വന്നത്. ഇവരെല്ലാം തലപ്പത്തുണ്ടായിരുന്നവരായിരുന്നല്ലോ. അപ്പൊ ഇത് കുറച്ചുകൂടെ ഇതിൽ നിന്ന് ഇതിന്റെ ഭരണസമിതിയിൽ താരങ്ങൾ ആവശ്യമില്ല, അവർ മാറേണ്ടതുണ്ട് എന്ന പൊതു അഭിപ്രായം വന്നിട്ടാണല്ലോ ഇവരെല്ലാവരെയും മാറ്റി നിർത്തിയത്. അവരെ സംബന്ധിച്ച് അവരുടെ ജോലി തിരക്കുകൾക്കിടയിൽ വ്യക്തിപരമായി ഈ സംഘടനയിൽ നിന്ന് എന്തെങ്കിലും പെൻഷൻ എടുക്കുകയോ എന്തെങ്കിലും ലാഭം ഉണ്ടാക്കുകയോ ഒന്നും ഇവരൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ചാനലുകൾ ഒരു ഷോ ചെയ്യുന്നത് നമ്മൾ ഈ സംഘടനയുടെ ആഭ്യന്തരമായ കാര്യങ്ങൾക്ക് പൊതുകാര്യങ്ങൾക്ക് പൈസ ഉണ്ടാക്കാനാണെങ്കിലും ചാനലുകൾ നമുക്കൊരു ലിസ്റ്റ് തരും. അതാത് കാലത്തെ ഹോട്ട് കേക്സിനെയും കുറച്ച് താരങ്ങളെയും വെച്ചിട്ടായിരിക്കും ഇവർ ലിസ്റ്റ് തരിക. അപ്പോൾ സംഘടനയിലുള്ള ആളുകൾക്ക് വേണ്ടി സഹായിക്കാനാണെങ്കിൽ പോലും അവരെ കലാകാരന്മാർ എന്നുള്ള നിലയിൽ ഈ സംഘടനയിലെ ഷോയിൽ ഉൾപ്പെടുത്താൻ പറ്റാത്ത സാഹചര്യം വരും. ആ സാഹചര്യം മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തമ്മിലുള്ള കുടുംബസംഘം എന്നുള്ള രീതിയിലുള്ള ചില കാര്യങ്ങൾ ഇവർ നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ പരിഹരിക്കപ്പെടുമെന്ന ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മനുഷ്യനും തമ്മിലുണ്ടാകുന്ന വഴക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത് പലതരത്തിലും. ഈ കുടുംബസംഗമത്തിലടക്കം നെല്ലാൾ നന്ദകുമാറിന്റെ കെയർ ഓഫിൽ പൈസയൊക്കെ മേടിച്ചത് ശരിയായ രീതിയാണ്. അതിന്റെ ശരിതെറ്റുകൾ എന്ന് പറയുന്നത് ഒരു ക്ഷേത്രമായിട്ടാണല്ലോ വരുന്നത്, ഒരു വ്യക്തിയായിട്ടാണല്ലോ അന്ന് വന്നിരിക്കുന്നത്. ക്ഷേത്രങ്ങളിലെ നോട്ടീസുകളിൽ സ്ഥാപനങ്ങളിൽ കൊടുക്കാറുണ്ട്, തിരിച്ചു കൊടുക്കാറുണ്ട്. ആ സാഹചര്യത്തിൽ നമ്മൾ പലപ്പോഴും മാധ്യമങ്ങളാണ് നമ്മുടെ ഷോകൾ ഏറ്റെടുത്തുകൊണ്ടിരുന്നതും നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതും എല്ലാം മാധ്യമങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അമ്പലങ്ങളിലൊക്കെ പരിപാടികൾ, പലതരത്തിലുള്ള കലാപരിപാടികൾ, എല്ലാ ആരാധനകളിലൊക്കെ നടത്തുന്നുണ്ടാവും. അങ്ങനെയായിരിക്കും കമ്മിറ്റി അത്തരത്തിലൊരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ടാവുക. ഞാൻ ആ പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല. ഞാൻ അന്നേ ദിവസം കുടുംബസംഗമം നടക്കുന്ന ദിവസം അവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ മറ്റൊരു നയപരമായ തീരുമാനം എടുക്കേണ്ടതല്ലേ? ക്ഷേത്രങ്ങൾക്ക് വിശ്വാസമല്ല, ഭക്തി വേണം, അവര് പരസ്യം കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു വരും. ഒരു നയപരമായ തീരുമാനമല്ല എക്സിക്യൂട്ടീവിനോ അല്ലെങ്കിൽ അങ്ങനെ ഉന്നതാധികാരി മാത്രം തീരുമാനിക്കാൻ കഴിയുന്നതാണോ ഈ അമ്മയുടെ ഭരണഘടന അനുസരിച്ചുള്ള കാര്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് എനിക്കറിയില്ല. സ്പോൺസർഷിപ്പ് പിടിക്കുന്നതിനകത്ത് പലരിൽ നിന്നും നമ്മൾ സംഘടന സ്പോൺസർഷിപ്പ് എടുത്തിട്ടുണ്ട് എല്ലാ കാലത്തും. അത് ചിലപ്പോൾ വ്യാപാര സ്ഥാപനങ്ങളായിരിക്കും, വ്യക്തികളായിരിക്കും. സ്പോൺസർഷിപ്പ് കിട്ടുകയാണല്ലോ ഒരു കാര്യം ചെയ്യുന്നതിന്, ഒരു വലിയ ഇവന്റ് ചെയ്യുന്നതിന് ഒരു സ്പോൺസർഷിപ്പ്, ഒരു ലീഗൽ സൈഡ് എനിക്കറിയില്ല. ലീഗൽ സൈഡ് കുറച്ചുകൂടെ റിലീജിയസായ ഒരു ഫണ്ട് സ്വീകരിക്കുമ്പോൾ ക്ഷേത്രം എന്ന രീതിയിൽ അങ്ങനെ എന്തെങ്കിലും അതൊന്നും എനിക്ക് അതൊക്കെ അവര് തമ്മിൽ ചർച്ച ഉണ്ടായിരുന്നു. എനിക്ക് അതിനെക്കുറിച്ച് ഞാൻ ആ ചടങ്ങിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിരുന്നല്ലോ. സ്പോൺസർഷിപ്പ് പിടിച്ചിട്ടാണല്ലോ ഞങ്ങളുടെ അമ്മ സംഘടനയുടെ എല്ലാ പരിപാടികളും നടക്കുന്നത്. അതിൽ പലതരത്തിലുള്ള സ്പോൺസേഴ്സ് വന്നിട്ടുണ്ട്, പല കാര്യങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞില്ല, വ്യാപാര സ്ഥാപനങ്ങളായിട്ട്, വ്യക്തികളായിട്ട്, പലതായിട്ട് വരുന്നുണ്ട്. അതിൽ പെടുത്തിയായിരിക്കും അവരത് ചെയ്തിട്ടുണ്ടാകുക. അതിന്റെ ഇതെല്ലാം ഇതുപോലെ ഒരു പ്രശ്നം വരുമ്പോഴാണല്ലോ അങ്ങറ്റം ഇങ്ങറ്റം പരിശോധിക്കപ്പെടുന്നത്. ഇല്ല. സ്ഥലത്ത് ഒരു താരസംഘടനയുടെ ജിഹാദി പരാമർശങ്ങൾ പറയുന്നു, അങ്ങനെയല്ലെന്ന് മറ്റൊരാൾ പറയുന്നു. പിന്നെ അതുമായി ക്ഷേത്രവുമായി ബന്ധപ്പെടുത്തി അതിന് വേറൊരു പശ്ചാത്തലം ഉണ്ടാക്കുന്നു. അതൊക്കെ എത്രമാത്രം ഒരു കേരള സമൂഹത്തിന് യോജിച്ചാണെന്നായിരുന്നു സമൂഹത്തിന് യോജിച്ചാൽ നമ്മൾ ഒരു ജിഹാദി പരാമർശം പോലുള്ള ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതാണ് ഞാൻ പറയുന്നത്. അതിന്റെ നിത്യസ്ഥിതിയെ കുറിച്ച് അന്വേഷിച്ച് തീരുമാനം എടുക്കണമെന്ന് അവിടെ ഞാൻ വിളിച്ചു പറഞ്ഞു എന്നുള്ളത് പറഞ്ഞത്. നമ്മൾ കേൾക്കുകയാണല്ലോ ചെയ്യുന്നത്. നമ്മുടെ മേഖലയിൽ ഇൻഡസ്ട്രിയിൽ അങ്ങനെ ഒന്നും നാളിതുവരെ കേട്ടിട്ടുള്ളതോ ഉണ്ടായിട്ടുള്ളതോ ആയിട്ടുള്ളതൊന്നുമല്ല. നമ്മൾ അങ്ങനെ നോക്കിയാലും കലാകാരന്മാരെല്ലാവരും ഒന്നിച്ച് നിൽക്കുകയും ഒന്നിച്ച് പരിപാടികൾ അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളൊരു പ്രസ്ഥാനമാണ് കലാമേഖല എന്ന് പറയുന്നത്. അവിടെ ഇങ്ങനെയൊന്നും
നാളിതുവരെ കേട്ടിട്ടില്ല. അതിൻ്റെമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അതിന്റെ നേതൃത്വത്തെ വിളിച്ച് തീരുമാനങ്ങൾ എടുക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇനി അങ്ങോട്ടുള്ള ഒരു കാലഘട്ടം അത്രയും ഓരോരുത്തരുടെയും വ്യക്തിപരമായ സ്നേഹവും സഹകരണവും എന്താ മുരളി അല്ല അതായത് ഇത് ഞാൻ ഇപ്പൊ ഇന്നലെ പിന്നെ എനിക്കൊരു പ്രശ്നം മനസ്സിലായി. അതായത് ചോദ്യത്തിന് മൈക്കില്ലല്ലോ, ഉത്തരത്തിനല്ലേ മൈക്കുള്ളൂ. ഇത് ഇതുപോലെ തന്നെയാണ്. ഞാൻ ഒരിക്കൽ കൂടെ ഇത് ക്ലിയർ ആക്കുകയാണ്. പ്രചരണത്തിന് സിനിമാ താരങ്ങൾ വരുമോ എന്ന് എന്നോട് ഒരു പത്രസമ്മേളനത്തിൽ ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ആരെയും വിളിക്കുന്നില്ല. അപ്പൊ എന്നോട് ചോദിച്ചു, അപ്പൊ മമ്മൂക്ക് വരുമോ, കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു അത് അദ്ദേഹത്തിനോട് ചോദിക്കട്ടെ, ജയിച്ചാൽ നമുക്ക് നോക്കാന്ന് പറഞ്ഞതാണ് ഈ ഒരു ചോദ്യമായി പരിണമിച്ചത്. അപ്പൊ ചോദ്യത്തിന് മൈക്കില്ലാത്തത് കൊണ്ട് പറഞ്ഞതാണ്. പക്ഷെ എന്തായാലും അതങ്ങനെ പറഞ്ഞു മറുതാനത്തിനൊക്കെ ഉള്ളതല്ലേ, നമുക്ക് ശ്രമിക്കാം. അത് ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ ഓർഡർ ചെയ്യാവുന്നൊരു കാര്യമല്ലല്ലോ, നമുക്ക് ശ്രമിക്കാം. എന്താ ജോഷി ചതിച്ചാശാനെ. അപ്പൊ ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞതുപോലെ പല കാര്യങ്ങളും നിങ്ങൾക്ക് എന്നെ തിരുത്താനുണ്ടാവും, നിങ്ങൾക്ക് എന്നോട് പറയാനുണ്ടാവും, നിങ്ങൾക്ക് ആവശ്യപ്പെടാനുണ്ടാവും. അതെല്ലാം നമുക്ക് വളരെ സ്വതന്ത്രമായ മനസ്സോടുകൂടി കേൾക്കാം, പരിഗണിക്കാൻ ചെയ്യാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ പാലക്കാടിന്റെ മുന്നിലേക്കുള്ള ഒരു യാത്രയ്ക്ക് നമുക്ക് ഒപ്പം നീങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് ഇതുവരെ തന്ന എല്ലാ സ്നേഹത്തിനും സഹകരണത്തിനും എല്ലാം നന്ദി പറഞ്ഞുകൊണ്ട്, ഒപ്പം എനിക്ക് ഇതിന്റെ അകത്തൊരു ടെക്നിക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. അതിഥിയാണെന്ന് ഓർക്കണം എന്ന് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി നിങ്ങളുടെ അല്ലാത്ത ഐറ്റം അത് എങ്ങനെയാണ് ഇത് പിടിക്കേണ്ടതെന്നുള്ളതേ. നമ്മള് ചില സാധനങ്ങൾ പറയണ അത് നന്ദി. കുഴപ്പമില്ല, അതെല്ലാം ജോലിയുടെ ഭാഗമുണ്ടോ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.